പെട്ടെന്ന് വീണ് അവിടെ മുറിയുകയും ചെയ്തു. 1.5 മാസമായി. എനിക്ക് സോപ്പ് തേക്കാനും ഒന്നും വയ്യാത്തൊരു വേദനയായിരുന്നു. ഇപ്പോഴും മുറിവുണങ്ങിയെങ്കിലും വേദനയുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് വേദനയില്ല. ഒട്ടും വേദനയില്ല. ഇല്ല ഇല്ല. ഓ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കൃപയ്ക്ക് നന്ദി പറയുന്നു. അവര് പറഞ്ഞതുപോലെ മുറി ഉണങ്ങിയെങ്കിലും വേദന അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ വേദന അവിടെ നിന്ന് മാറി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അടുത്തയാൾ ഒന്ന് ചെക്ക് ചെയ്ത സഹോദരങ്ങൾ, എന്നാ വ്യത്യാസം? ഹലോ ബ്രദറെ. ആ ഹലോ ബ്രദറെ. എന്തോ? എനിക്ക് കാൽപാദം നല്ല വേദനയായിരുന്നു. ആ തേയ്മാനമുള്ള കാലായിരുന്നു. ബ്രദർ പറഞ്ഞപ്പോ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ സുഖം തന്നു. പൂർണ്ണ സുഖമുണ്ട്. ഇപ്പൊ കാലില് അവിടെ വേദന ഇല്ല? വേദനയില്ല. എത്ര നാളായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു? അത് കൂടെ കൂടെ വരും ബ്രദറെ, കൂടെ കൂടെ. എന്നാലും എത്ര നാള്? എത്ര വർഷം? ഒരു 10 വർഷത്തെ കൂടുതൽ. കേട്ടെ, 10 വർഷത്തിന് കൂടുതലായിട്ടുള്ള വേദനയായിരുന്നു. തേയ്മാന നിമിത്തം കാലിലെ കണ്ണയ്ക്കുണ്ടായ വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ആ വേദന അവിടെ നിന്ന് പൂർണ്ണ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച ശേഷം ആ വേദന പോയി. നന്ദി കർത്താവ്. ഇനി മേലാൽ വരത്തില്ല. ആ രോഗം കടന്നു വന്ന ഡോറ് ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, മറ്റാരെങ്കിലും? എന്തോ? ഇന്നലത്തെ ഒരു സാക്ഷ്യം പറയാനായിട്ടായിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് പ്രെയർ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് മോൻ ഇങ്ങനെ വെളിയില്ല. അവൻ എന്നെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കണ്ണിന്റെ പോളയ്ക്കും നെറ്റിൽ ഏതോണ്ട് കടിച്ച് ഭയങ്കര കണ്ണെല്ലാം വീങ്ങി, നെറ്റിയെല്ലാം വീങ്ങി, ഒരു ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രാർത്ഥന ഞാൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫോൺ കണ്ടോണ്ട് ഞാൻ എടുത്തപ്പോഴും ഇങ്ങനെ പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണേ. അപ്പം ബ്രദറിന്റെ പ്രാർത്ഥനയുടെ ഞാൻ അവർക്ക് എനിക്ക് ഒത്തിരി ഓരോ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കും അതറിയാം. അന്നേരം അവര് പെട്ടെന്ന് പറഞ്ഞു, മമ്മിയും ബ്രദറിന്റെ പ്രാർത്ഥനയുടെ സമയം. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സൂം ഓണാക്കിയപ്പോഴത്തേക്ക് പ്രെയർ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ബ്രദറിനെ ഞാൻ ഒത്തിരി 2-3 പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ പ്രെയർ ലൈനിൽ വിളിച്ചായിരുന്നു, ബ്രദർ പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് ബ്രദറിന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചു, കുറെ വിളിച്ചിട്ട് കിട്ടാഞ്ഞ. അപ്പൊ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ബ്രദർ ആ മെസ്സേജ് കാണണേന്ന്. ഒരു 5 മിനിറ്റിനകം അപ്പൊ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കി. അപ്പം ബ്രദർ ആ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് പ്രാർത്ഥിച്ച് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ എന്തോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇതൊക്കെ നോക്കിയപ്പോ അങ്ങനെ പോയിസണായിട്ടുള്ളതൊന്നും അല്ല. പെട്ടെന്ന് തന്നെ ആ നീരെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുവരെ വീങ്ങിയിരുന്ന കണ്ണും നെറ്റിയല്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നീരെല്ലാം പെട്ടെന്ന് കുറഞ്ഞ പാട് മാത്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ നന്ദി കർത്താവെ. പറഞ്ഞോളൂ തന്നെ വീങ്ങിയിരിക്കുമായിരുന്നു നെറ്റിയല്ല. അവര് പേടിച്ച് കരഞ്ഞ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. 1 വയസ്സുള്ള കുഞ്ഞ്, 6 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞാണ്. എന്റെ കർത്താവെ, അങ്ങ് വെടിവെച്ചു. വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പറഞ്ഞത് തന്നെ സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. കർത്താവ് വെടിവെച്ചിട്ട് നന്ദി പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ്. എന്തോ പറഞ്ഞോ? കേട്ടില്ല സിസ്റ്ററെ? സംഗീത എന്ന് പറയുന്ന പേര് പറഞ്ഞല്ലോ. അത് എന്റെ അച്ഛന്റെ അനിയന്റെ മരുമോളാണ്. എന്റെ മോള് മാർച്ച് മാസത്തിലുള്ളതാണ്. അത് ഏറ്റെടുത്ത സിസ്റ്റർ കേട്ടോ. കർത്താവ് അത് സാക്ഷിയാക്കുവേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ. പറഞ്ഞോ. ഇന്നലെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ബാലം പറഞ്ഞ വ്യക്തി എന്ന് വെളിപ്പെടുത്തി 5-ാം തീയതിക്ക്. അപ്പൊ അവർക്ക് നെഞ്ഞുവേദനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 ദിവസമായി പറയണം നെഞ്ഞുവേദനയാണ്. കഴിക്കാൻ വയ്യ അവരുടെ വലതുവശം. പിന്നെ അതിനുശേഷം ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആക്കി. നേരെ ICUലാണോ കൊണ്ടുപോയത്. അപ്പൊ എന്താ നോക്കട്ടെ പറഞ്ഞു. ഡോക്ടർ വന്ന് നാളെ വന്ന് റിപ്ലൈ തരാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് പ്രാർത്ഥനയിൽ അറിഞ്ഞാണെങ്കിൽ ഞാൻ ബ്രദറിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. പിന്നെയാണ് ഇതിൽ നോക്കിയത്, എന്താണ് വാട്സപ്പ് അയച്ചത് ഞാൻ ഇത്ര മരുന്നുകൾ. പിന്നെ ഞാൻ അജീസെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവം ഇടപെടാൻ പറഞ്ഞു. അതേപോലെ വലിയൊരു അനുഗ്രഹം നടന്നു. ICU മാറ്റി റൂമിലേക്കായി. പിന്നെ അവർക്ക് ഈ പാട്ടിന്റെ വേദനയുള്ളത് അതൊന്നും കുഴപ്പമില്ല, അറ്റാക്കിന്റെ എല്ലാം പറഞ്ഞു. ഇതും വലിയ തീർച്ചയായിട്ടും കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിന് നന്ദി പറയുന്നു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ നമ്മള് ഈ വേദന കാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോ പ്രാർത്ഥിച്ചത്. ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡെലിവറൻസ് സൗഖ്യം നടന്ന സഹോദരങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ വെളിപ്പെടുത്തിയ ആ ഡെലിവറൻസ് നടന്നത്. ബാക്കി സാക്ഷി നമുക്ക് കേൾക്കാം. ഒരു നിമിഷം അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അടുത്തിലോട്ടൊന്ന് പോകാൻ വേണ്ടിയാണ്.
മറ്റാരെങ്കിലും ഉണ്ടോ കാലിന്റെ കാലുമായിട്ട്? ബ്രദറെ ആ ബ്രദറെ എന്റെ കാലിന് വേദന ഉണ്ടായിരുന്നു. പ്രയർ ചെയ്തപ്പോ മാറിയത്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ വേദന കാലിന്റെ ഉണ്ടായിരുന്നു. എൽബോയ്ക്ക് ഇച്ചിരി മേളിലായിട്ട് ആമേൻ. എത്ര നാള് സിസ്റ്റർ ഉണ്ടായിരുന്നു. എത്ര നാളാ? ഒരു ദിവസം ഒരു ദിവസത്തെ വേദനയായിരുന്നു. വേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ കാലുമായി ബന്ധപ്പെട്ട സൗഖ്യം നടന്നവര്? ഞാനിപ്പോ എന്റെ കാല് 4:30 ആയപ്പം കാലൊന്ന് മടങ്ങി നീര് വേദന, ഭയങ്കര വേദനയായിട്ട് ഞാനിവിടെ ഇരിക്കുവായിരുന്നു. അന്നേരമാണ് ബ്രദർ പറയുന്നത് ആർക്കെങ്കിലും കാലിന്റെ കണ്ണയ്ക്ക് താഴെയിട്ടോ അവിടെ എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന്. ഞാനതും കൈ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ആ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടി. അതുവരെ എനിക്ക് കാലില് കണ്ണയുടെ ഇങ്ങനെ സൈഡിൽ കുത്തി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് വെടിവെച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു, അത്ഭുതത്തിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? അതിന് ഞാനുണ്ട്. എനിക്ക് 1.5 വർഷമായി കാലിന് വേദന. ഞാൻ കാലിന് മരവിപ്പായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. നല്ല പെയിൻ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ ഇന്ന് ഇപ്പൊ ബ്രദറിന്റെ പ്രാർത്ഥന അതിനിപ്പോ ഒരു ആശ്വാസമുണ്ട്. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കാം. ഞാനത് ഈ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നത് നാളെ വെള്ളിയാഴ്ച അല്ലേ, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കാം, ശനിയാഴ്ച ആയിരിക്കാം, ചിലപ്പോൾ നാളെ ആയിരിക്കാം. ഞാനിതിപ്പോൾ ഇനി മുതൽ ഞാൻ മുൻകൂർ പറയാം എന്നാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ രോഗികളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കഴിയുമെങ്കിൽ അവിടെ പറയണം. ആ സമയത്ത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഹോസ്പിറ്റലിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഭവനത്തിൻ്റെ അകത്ത് കിടക്കയിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഭവനത്തിൽ പറയണം. അത് ഓണാക്കി വെച്ച് അടുത്ത് വെക്കാൻ പറയണം, കേൾക്കാൻ പറയണം. കാര്യം അവർക്ക് ഒത്തിരി ആളുകൾ ദൈവകൃപയാൽ ദൈവം സൗഖ്യമാക്കുന്നത് കൊണ്ട് ആ രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ സുവിശേഷത്തിന്റെ വാതിലാണ്. ക്രിസ്തുവിന്റെ നാമമഹത്വവും ദൈവനാമ മഹത്വത്തിനുള്ളൊരു വാതിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മുഖാന്തിരമായി തരട്ടെ. അനേകരെ സഹായിക്കുക, അനേകരെ ഹെൽപ്പ് ചെയ്യുവാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഡെലിവറൻസ് മീറ്റിങ്ങുകളിലും അല്ലാതുള്ള പ്രാർത്ഥനകളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യുക. അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ലിങ്കുകൾ എനിക്കറിയാം. നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ വീണ്ടും എൻകറേജ് ചെയ്യുകയാണ്. കാര്യം ഒരു വ്യക്തി ഇപ്പോൾ കാട്ടിൽ ഒരു വ്യക്തി സൗഖ്യമാകുമ്പോൾ, അയാൾക്ക് ഡെലിവറൻസ് ഉണ്ടാകുമ്പോൾ ഭവനത്തിൻ്റെ അകത്തുനിന്ന് പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിന് നിങ്ങളൊരു മുഖാന്തരമാണ്, നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളത്? പറഞ്ഞോ. എനിക്ക് ഒരു ബ്രദർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. എനിക്ക് 1 വർഷമായി കാലിന്റെ അടി പുകച്ചല്, തരിപ്പെല്ലാം. ഞാൻ ഈ പ്രാർത്ഥനയില് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. നന്ദി കർത്താവേ. അങ്ങ് വെടിവെച്ച കൃപയ്ക്ക് അവർ പറഞ്ഞ പോലെ തന്നെ 1 വർഷമായിട്ട് കാലിന് വേദനയും പുകച്ചിലുമായിരുന്നു. രോഗമുള്ളവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ, അല്ല അവരുടെ വിഷമങ്ങൾ. പക്ഷെ യേശുവിന് അറിയാം കേട്ടോ. കർത്താവ് അവർക്ക് വില കൊടുത്തു സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിനെ നാമത്തിൽ തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്ത സഹോദരങ്ങളെ. എന്തോ പറഞ്ഞു. കാലിന് 22 പനി വന്നതായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു മാക്സിമം പനി ആയതുകൊണ്ട് കാലിന് ഇങ്ങനെ പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിപ്പോ ഇത്ര കാലം ഇങ്ങനെ ഇടക്കിടക്കേ വരുമായിരുന്നു. ഈ അടുത്ത ഭാഗത്തെ കാലിന്റെ കൊട്ടിന്റെ അടുക്കുള്ള ഒരു സ്ഥലം അങ്ങ് കുഴിയുമായിരുന്നു. എന്നിട്ട് കോടുകയും ചെയ്യും കാല്. നല്ല വേദനയും ഉണ്ടാവും, നടക്കാൻ കഴിയാണ്ടൊക്കെ ആവും ഇടക്കൊക്കെ. അത് അത്രയും വർഷമായി. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ. പിന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് ബ്രദറെ. മാറ്റമുണ്ട് ഇപ്പൊ. മാറ്റമുണ്ട്. നന്ദി കർത്താവ്. അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശു 2020 തുടങ്ങിയ വേദനയാണ്. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. പറയാനുണ്ട്. കാലിന് നല്ല പുകച്ചിലുണ്ടായിരുന്നു. അതുപോലെ വിരല്, 2 കാലിലുള്ള വിരൽ മടക്കുമ്പോൾ വിരലിന് നല്ല വേദനയാ. ഇന്ന് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് വിരൽ നല്ലപോലെ മടക്കാൻ സാധിക്കുന്നുണ്ട് ബ്രദറെ. ഓ എന്റെ യേശു, വലിയൊരു സാക്ഷ്യമാണ്. വിരല് മടക്കാൻ കഴിയത്തില്ലായിരുന്നു. എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഇപ്പൊ 1-2 വർഷത്തിന്റെ മേളിലായി മടക്കാൻ നല്ല വേദനയാ. ഓ, നിങ്ങൾ കേട്ടെ, 1-2 വർഷമായിട്ട് കാലിങ്ങനെ മടക്കുമ്പോ വേദനയായിരുന്നു. വിരലല്ലേ? നമ്മൾ ജോലി വിരല്, 2 കാലിലുള്ള വിരല് ചലിക്കുന്നുണ്ട്, വേദനയുണ്ട്. ഇപ്പൊ വേദന ഒട്ടുമില്ല. ഇപ്പം വേദനയില്ല. ഞാൻ ഓ എന്റെ യേശുവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് കേട്ടെ. 3-4 വർഷമായിട്ട് കാലിന് വേദനയായിരുന്നു. വിരലിന് മടക്കാൻ പറ്റുമ്പോ വേദനയായിരുന്നു.
എന്നാൽ യേശു ക്രിസ്തു തൊട്ടു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ. ഇപ്പോൾ ദൂത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, 12:4 ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നെന്ന് പറഞ്ഞില്ലേ. ഞാനത് കേട്ടപ്പോൾ എന്റെ ജീവിതത്തില് ഉണ്ടായി, അത് ഏത് ഡേറ്റ് എന്ന് പെട്ടെന്ന് ഞാൻ മറന്നുപോയായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ഡയറി എടുത്തിട്ടു. ആ 12/4/2026 എന്റെ ജീവിതത്തിൽ വളരെ എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായി എന്റെ കുടുംബത്ത്. അത് ഞാനിങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇപ്പം ദേവദാസൻ പറഞ്ഞ പോലെ അതേ ഡേറ്റ് 12/4/26 ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഒരു വിഷയമായിരുന്നു എന്റെ ജീവിതത്തിൽ. അതെനിക്ക് ഞാനത് എന്റെ കുടുംബത്തിലെ വിഷയമായിട്ട് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. അതെന്റെ ജീവിതത്തില് വളരെ എന്നെ വേദനിപ്പിച്ച ഒരു വിഷയമായിരുന്നു. എന്നാൽ അത് ഞാൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എന്റെ ഹൃദയം ഭയങ്കര വേദനിച്ചൊരു ദിവസമായിരുന്നു അത്. അത് കറക്റ്റായിട്ട് ദേവദാസൻ ഇങ്ങനെ പറഞ്ഞ ബുക്കയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നു 12/4. അത് ഏറ്റെടുത്തോ സിസ്റ്ററെ? കൈവച്ച് പറഞ്ഞോണം, കർത്താവ് എനിക്ക് അതിന്റെ അകത്തൊരു സമാധാനം ഉണ്ടാവുമെന്ന് പറഞ്ഞോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള? ബ്രദറെ, ഇന്ന് ഞാൻ മഴയത്ത് സ്റ്റെപ്പിൽ ഞാൻ തെന്നി നല്ലപോലെ വീഴാൻ പോയി. തലയിടിച്ച് വീഴണ്ടായിരുന്നു. ആരോ പിടിച്ചു നിർത്തുന്ന കണക്ക് 2 കൈയും ബലത്തിൽ ഞാനങ്ങ് നിന്നു. തിരിഞ്ഞു നോക്കിയപ്പം മൊത്തം സിമെന്റ് കട്ടയുടെ സ്റ്റെപ്പാണ്. തലയിടിച്ച് വീണിരുന്നെങ്കിൽ ആരും കാണത്തുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി പോയെന്നെ. കർത്താവ് എന്നെ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വീഴാതെ എന്നെ താങ്ങുന്നത്. ബ്രദർ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് ഒരു പ്രവചനത്തിൽ പറഞ്ഞിരുന്നു, അതുപോലെ പണ്ട് വീണതായിരുന്നു. അന്ന് പറഞ്ഞു ഇനി വീഴത്തില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാനത് എപ്പോൾ ഇങ്ങനെ വീഴുന്ന സമയത്ത് വീഴാതെ ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന സമയത്ത് അതാണ് ഞാൻ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവിനെ ഒത്തിരി ഒത്തിരി മഹത്വം. നന്ദി പിതാവേ, അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ പ്രവർത്തിക്ക് നന്ദി പറയുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷ്യം പറഞ്ഞു. പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ട് ബ്രദർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനെ പോയി എന്ന് പറയുന്നുണ്ട്, പോവില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ മോളെ ഒരു വിഷയമായിരുന്നു. ഓക്കെ, അവരുടെ വിഷയമായിരുന്നു അല്ലേ? ഏറ്റെടുത്തോ കേട്ടോ. നന്ദി പിതാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എന്തോ പറഞ്ഞോ? നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ വിടുതലിന് നന്ദി, കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള സഹോദരങ്ങളെ? എന്തോ പറഞ്ഞു? തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ ഒരു സുവിശേഷം കൊടുക്കുമ്പോൾ ആ ഭവനത്തെ നമ്മൾ രക്ഷിക്കുകയാണ്. കർത്താവിന്റെ സൗഖ്യത്തിലേക്ക് നിങ്ങൾ അവരെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ രോഗിയായി കിടക്കേണ്ട ആളായിരുന്നു, പക്ഷെ കർത്താവിന്റെ സൗഖ്യമാക്കി ദൈവം മാറ്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകരെ സൗഖ്യമാക്കുക, അനേകർക്ക് സുവിശേഷം കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. സിസ്റ്റർ, എനിക്ക് അറിയത്തില്ല, ഞാനിവിടെ നിന്ന് അൺമ്യൂട്ട് ഓൾ കൊടുത്തിട്ടുണ്ട്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല ചിലർ പറയുന്നുണ്ട്. ഞാനിവിടെ ഇപ്പം എല്ലാവരും ഇപ്പം അൺമ്യൂട്ട് ചെയ്തേക്കുവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താട്ടെ. ഇനി കിട്ടാത്തവരെ എനിക്ക് അറിയത്തില്ല എന്താന്ന്. പറഞ്ഞു.
ഉം. നന്ദി കർത്താവേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഡെലിവറൻസിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവിടുത്തെ കർത്താവിന് സ്തുതി. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു. ആ ഉം 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 പ്രയർ റിക്വസ്റ്റ് ആണ് സിസ്റ്ററെ. കർത്താവ് അത് അത്ഭുതമാക്കി തീരും കർത്താവ്. യേശുവിനത് കർത്താവ് ആ സ്ഥലത്ത് ഒരു അനുഗ്രഹമാകട്ടെ, അന്നേരം ഒരു അനുഗ്രഹമാകട്ടെ. അതിന്റെ ബന്ധനം അഴിയട്ടെ, അതിന്റെ കെട്ട് പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യമായി തീരട്ടെ. പ്രിയപ്പെട്ട ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഡെലിവറൻസ് ആയിട്ട് മാറിയിരിക്കുന്നു കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഈ സമയത്ത് പെട്ടെന്ന് പറഞ്ഞാട്ടെ, സാക്ഷ്യമുള്ളവര്. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുസമ്മ സിസ്റ്റർ, എനിക്ക് അറിയത്തില്ല എന്നാണ് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതെന്ന്. ഞാൻ ഇവിടെ നിന്ന് അൺമ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ട്രൈ ചെയ്യുക. എന്തോ ആ ഉം, ഉം, ഉം. ഓ നന്ദി കർത്താവേ. ആമേൻ. തീർച്ചയായിട്ടും ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നെയും കാണാം. കർത്താവ് കൊടുത്ത ഡെലിവറൻസ്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് സുവിശേഷം കൊടുക്കുമ്പോൾ ആ ഭവനത്തെ നിങ്ങൾ രക്ഷിക്കുകയാണ്, അവരെ നിങ്ങൾ സഹായിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകർക്കൊരു വിടുതലും സാക്ഷ്യമായിട്ട് മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എന്തോ ഉം 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 തീർച്ചയായിട്ടും കർത്താവെ അവർക്ക് കൊടുത്ത വലിയ
സിസ്റ്റർ പത്തനംതിട്ടയുടെ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിലുണ്ട്. ഉണ്ട് സിസ്റ്റർ, എല്ലാ ഗ്രൂപ്പിലും പേരുണ്ട്, അതിനകത്തുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വേണമെന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്ക് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യും. പത്തനംതിട്ട പ്രാർത്ഥനയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്, ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസുകൾ, ലൊക്കേഷനുകൾ, വേറെ എന്തെങ്കിലുമൊക്കെ സമയത്തിൻ്റെ ഒക്കെ അപ്ഡേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഇന്ന് മുതൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ 29-ാം തീയതിയിലെ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയും കൂടെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രയർ സ്റ്റേഷൻ 5-ാം തീയതി ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ നമുക്ക് പ്രാർത്ഥന നടക്കുന്നു. 5-ാം തീയതി സെപ്റ്റംബർ 5, ഓഗസ്റ്റ് 29 പത്തനംതിട്ട നടക്കുന്ന പ്രയർ സ്റ്റേഷൻ. രണ്ടും വഹിച്ചുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ എടുത്തു പറയണം. ആ ദേശത്തിൻ്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുക. അവിടെയുള്ള സകല അന്യാരാധനകളുടെ മേലും പിശാചിന്റെ നിങ്ങൾക്ക് അധികാരമുണ്ട്, ഭയപ്പെടേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു ശക്തിയും തിരിച്ചടിക്കത്തില്ല. നിങ്ങൾക്കാണ് അധികാരമുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് പ്രവർത്തിക്കും. കാര്യം നിങ്ങൾ മക്കളാണ്. മക്കളുടെ പ്രാർത്ഥന പിതാവിന് അത്ഭുതമാക്കി മാറ്റും. അതുകൊണ്ട് അത് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ ഒത്തിരി ആത്മാക്കളുണ്ട്, അവരൊക്കെ വിടിവിക്കപ്പെടണം. തകർന്ന ഭവനങ്ങളുണ്ട്, വിടിവിക്കപ്പെടണം. ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട്, ദുർമന്ത്രവാദ ശക്തിയിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്കാണ് അധികാരമുള്ളത്, നിങ്ങൾക്കാണ് അഭിഷേകമുള്ളത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തിരിച്ചടിക്കത്തില്ല. പകരം നിങ്ങളുടെ പ്രാർത്ഥന സകല പിശാചിന്റെ പ്രവർത്തികളെയും തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് വഹിച്ചു പ്രാർത്ഥിക്കുക. എത്താൻ കഴിയുന്നവരൊക്കെ പത്തനംതിട്ടയുടെ ഭാഗത്ത് നിർബന്ധിക്കുന്നില്ല, സാഹചര്യമുള്ളവരെല്ലാം വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക. പരിശുദ്ധാത്മാവ് അവിടെ രോഗികളെ കൂട്ടിക്കൊണ്ട് വരിക. രോഗസൗഖ്യങ്ങൾ കർത്താവ് ചെയ്യും. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇപ്പം സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് നാളെ ദൈവം അനുവദിച്ചാൽ ഡെലിവറൻസ് മീറ്റിംഗ് ആയിരിക്കും. നാളെ ഞാനത് അറിയിക്കുന്നതായിരിക്കും. ദൈവകൃപ